അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചു അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നതും തന്നെ റൂമിലെത്തിയ സമയത്ത് തന്നെ രുക്കു ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ചന്ദ്രേച്ചി പാവമാണ്, ചന്ദ്രേച്ചി ഒന്നും ചെയ്യരുത്, ചന്ദ്രേച്ചി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നിങ്ങനെ ചന്ദ്രയെ വെള്ള പൂശിയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അച്ചുവിന് ആകെ മൊത്തം വിറഞ്ഞ് കയറുന്നുണ്ട്. നീ ഒരുപാട് ചന്ദ്രേച്ചി വെള്ള പൂശാതടി, ചന്ദ്രേച്ചി ചെയ്ത തെറ്റിനാണ്. ഇനി ചന്ദ്രേച്ചിയുടെ കൂടെ ആരൊക്കെയാണോ നിന്നത് സഹായിച്ചത് അവരെയും കൂടി അറസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ എന്നിങ്ങനെ പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കുവിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ അച്ഛനൊരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്, ചന്ദ്ര ജയിൽ ചാടി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കോൾ വരുന്നത് കേട്ടോ. അത് കേൾക്കാത്ത താമസം തന്നെ അച്ഛനും അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചു പറയും, നിൻ്റെ ചന്ദ്രേച്ചി ജയിൽ ചാടി, അവിടുത്തെ ഒരു പോലീസുകാരിയെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് ജയിൽ ചാടിയിരിക്കുന്നത്, ഞാനിപ്പോൾ തന്നെ പോവുകയാണ്, വന്നിട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അച്ചു പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ. അതേസമയം പോലീസ് സ്റ്റേഷനിൽ സോപ്പ് ഇട്ടിട്ട് ഒരു വനിതാ പോലീസ് ജീവനക്കാരിയെ ചന്ദ്ര അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. ആ സ്ത്രീ അറിയാതെ അകത്തേക്ക് പോയതും അവരെ അടിച്ച് പരാമർശമാക്കിയിട്ട് ചന്ദ്ര അവിടെ നിന്നും മുങ്ങുകയാണ്. അങ്ങനെ മുങ്ങിയിട്ട് ചന്ദ്ര ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ് കേട്ടോ. ചന്ദ്രകാന്തത്തിൽ വന്നതും വിമലയും ആര്യയും എല്ലാം പറയും, അമ്മ എന്തിനാണ് വന്നത്, ഞാൻ ജയിൽ ചാടി വന്നതാണ്, കാരണം എന്താണെന്നറിയോ, അവൻ്റെ തൊപ്പി തെറിക്കണം, കാരണം ഒരു പ്രതിയെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനാണ് അവിടുത്തെ SI എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജോലി പോവും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. വിമലയ്ക്കും ആര്യയ്ക്കും ആകെ എന്ത് ചെയ്യണമെന്നറിയില്ല, ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം ഒരു ഭവിഷ്യത്ത് വരും എന്നുള്ളത് അവരാലോചിച്ചിട്ടാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അതൊരു കൂസലേ ഇല്ല, ചന്ദ്രയ്ക്ക് എങ്ങനെയും അച്ചുവിൻ്റെ തൊപ്പി തെറിക്കണം, അത് മാത്രമാണ് ചന്ദ്രയുടെ ലക്ഷ്യം. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ വനിതാ പോലീസുകാരിയെ അടിച്ച് പരവശാക്കിയിട്ടുണ്ടാകും കേട്ടോ. ഉടനെ തന്നെ അച്ചു ചന്ദ്രകാന്തത്തിലേക്ക് വരികയും ചന്ദ്രയെ വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതേസമയം വിജയശങ്കർ അവിടെ ഇല്ല. വിജയശങ്കർ എത്തിക്കഴിയുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.